സാംസങ്ങിൻ്റെ ഈ അടുത്ത കാലത്ത് ഏറ്റവും ഹിറ്റായ മിഡ് സെഗ്മെൻറ്റ് സ്മാർട്ട് ഫോണാണ് സാംസങ് F41. 15,500 രൂപയാണ് ഈ ഒരു ഡിവൈസിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും 6000 mAh ബാറ്ററിയാണ്. ഫുൾ HD+ സൂപ്പർ AMOLED ഡിസ്പ്ലേ വരുന്ന ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 6.4 ഇഞ്ചാണ്. ഒരുവിധം വലിപ്പമുള്ള ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് F41ൻ്റെ അൺബോക്സിംഗ് റിവ്യൂ ആണ്. ഒരു വൈറ്റ് കളർ ബോക്സിലാണ് നമുക്ക് സാംസങ് ഗാലക്സി F41 കിട്ടിയിരിക്കുന്നത്. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. 64 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ, 6000 mAh ബാറ്ററി, 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ, 16.21 സെൻറ്റിമീറ്ററിൻ്റെയാണ് ഡിസ്പ്ലേ. 32 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയും നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ ഒപ്പം കിട്ടുന്നുണ്ട്. ഈ ഡിവൈസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 191 ഗ്രാമാണ്. നമ്മളിപ്പോൾ ബോക്സ് തുറന്ന് നോക്കാനായിട്ട് പോവാണ്. ബ്ലൂ കളർ മോഡലാണ് നമ്മൾ അൺബോക്സ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫോണിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഒന്ന് പൊളിച്ച് കളയാം. വളരെ അട്രാക്റ്റീവ് ഡിസൈനാണ് നമുക്ക് സാംസങ് M41 കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ മുമ്പും ഈ രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് സാംസങ് ഫോളോ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നുമില്ല, സോളിഡ് കളറാണ്. നമുക്ക് ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സിം ഇജക്ടർ ട്രേ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം ബട്ടൺസൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫോണിൻ്റെ താഴെ സ്പീക്കർ ഗ്രിൽ, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, മൈക്ക്, ഇയർഫോൺ ജാക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫോണിൻ്റെ കൂടെ നമുക്ക് USB ടൈപ്പ് സി ചാർജിംഗ് കേബിൾ, അതോടൊപ്പം തന്നെ 15 വാട്ടിൻ്റെ ചാർജർ ബ്രിക്കും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ബോക്സിൻ്റെ കൂടെ തന്നെ സിം ഇജക്ടർ ടൂളും ഡോക്യുമെൻറ്റേഷനും ലഭിക്കുന്നുണ്ട്. ക്യൂബ് ഗൈഡ്, റീജിയണൽ ലോക്ക് ഗൈഡ്, വാറണ്ടി കാർഡ്. നമുക്ക് സാംസങ് M41 കൂടെ ബോക്സിൻ്റെ കൂടെ നമുക്ക് മൊബൈൽ കേസ് ലഭിക്കുന്നില്ല. സാധാരണ ഇത്തരം ഒരു ബഡ്ജറ്റ് ഫോണ് മറ്റുള്ള ബ്രാൻഡുകളൊക്കെ ഇറക്കുമ്പോൾ തീർച്ചയായിട്ടും മൊബൈൽ കേസ് നമുക്ക് ലഭിക്കാറുണ്ട്. ഒരു മീഡിയം ക്വാളിറ്റി മൊബൈൽ കേസുകളൊക്കെ ലഭിക്കാറുണ്ട്. അപ്പോൾ സാംസങ്ങിന് ഇവിടെ ഒരു മൊബൈൽ കേസ് ഉൾപ്പെടുത്താമായിരുന്നു. കാരണം മറ്റ് ബ്രാൻഡുകളെല്ലാം തന്നെ റെഡ്മി, റിയൽമി എല്ലാ ബ്രാൻഡുകളും 15,000 രൂപ സെഗ്മെൻറ്റിലൊക്കെ തീർച്ചയായിട്ടും മൊബൈൽ കേസുകൾ ഒപ്പം കൊടുക്കാറുണ്ട്. അങ്ങനെ ഫോൺ ഇവിടെ ഓണായി വന്നിരിക്കുകയാണ്. സാംസങ് F41 നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് ഈ ഒരു ഡിവൈസിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില ആപ്ലിക്കേഷൻസ് നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്കൊക്കെ പോലുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആയിരിക്കുന്നത്. എന്നാലും നമുക്ക് ഫോൺ പേ അല്ലെങ്കിൽ സ്നാപ്ചാറ്റ് എന്നീ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു ഡിവൈസിൻ്റെ സാർ വാല്യൂ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 0.383 ആണ് ഹെഡ് സാർ വാല്യൂ എന്ന് പറയുന്നത്. പൊതുവെ സാംസങ്ങിൻ്റെ ഫോണുകൾക്ക് കുറഞ്ഞ സാർ വാല്യൂ ആണ് ആവാറുള്ളത്. ഇവിടെയും കുറഞ്ഞ സാർ വാല്യൂ തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമ്മൾ ഫോണിൻ്റെ അബൌട്ട് ഫോൺ സെക്ഷൻ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ തന്നെ യൂസർ ഇൻ്റർഫേസ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 10, ആൻഡ്രോയിഡ് സെക്യൂരിറ്റി പാച്ച് ലെവൽ August 1 ആണ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് 64 GB ആണ് നമുക്ക് ടോട്ടൽ അവൈലബിൾ ആയിരിക്കുന്നത്. അതിനകത്ത് 49.5 GB ആണ് യൂസേഴ്സിന് അവൈലബിൾ ആയിരിക്കുക. 14.5 GB ഓൾറെഡി സിസ്റ്റം റിസർവ്ഡ് ആണ്. സാംസങ് M41 റിയർ സൈഡിൽ 3 ക്യാമറകളാണ് വരുന്നത്. 64 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 5 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ നമുക്ക് 32 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ഷൂട്ടറാണുള്ളത്. നമുക്ക് ഇൻബിൽറ്റ് ക്യാമറ ആപ്ലിക്കേഷനിൽ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ്. ലൈവ് ഫോക്കസ്, ഫോട്ടോ മോഡ്, നമുക്കതിൽ തന്നെ വൈഡ് ആംഗിൾ ഓപ്ഷൻ അവൈലബിൾ ആണ്. വീഡിയോ മോഡിലും നമുക്ക് വൈഡ് ആംഗിൾ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കും, വൈഡ് ആംഗിൾ ആൻഡ് ഷോർട്ട് ആംഗിൾ. അതോടൊപ്പം പ്രോ മോഡ്, പനോരമ, ഫുഡ് മോഡ്, നൈറ്റ്, സൂപ്പർ സ്ലോ മോഷൻ, ഹൈപ്പർ ലാപ്സ് എന്നീ മോഡുകളും നമുക്ക് അവൈലബിൾ ആണ്. ഫ്രണ്ട് ക്യാമറയിലാണെങ്കിൽ നമുക്ക് ലൈവ് ഫോക്കസ് മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, അവിടെയും നമുക്ക് വൈഡ് ആംഗിൾ ഓപ്ഷൻ അവൈലബിൾ ആണ്. നമുക്ക് റിയർ ക്യാമറ യൂസ് ചെയ്ത് ഈ ഒരു ഡിവൈസിൽ 4K വീഡിയോ വരെ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്രണ്ട് ക്യാമറയിലും നമുക്ക് മാക്സിമം 4K വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഈ ഒരു ഡിവൈസിൽ സാധിക്കും. സാംസങ് F41 ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. ഒരേ സമയം 2 സിം കാർഡും 1 മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എക്സ്പാൻഡബിൾ മെമ്മറി ഓപ്ഷൻ ഉള്ളത് മാക്സിമം 512 GB വരെയാണ് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുക ഈ ഒരു സ്ലോട്ട് വഴി. സാംസങ്
F41 ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ബാക്ക് സൈഡിലാണ്. ഫിംഗർ പ്രിന്റ് സെൻസർ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഡിവൈസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഫോൺ അൺലോക്ക് ആവുന്നുണ്ട്. നമുക്ക് കാര്യമായിട്ടുള്ള ഡിലേ ഒന്നും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെയാണ് ഫോൺ റെസ്പോണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫേസ് റെക്കഗ്നിഷൻ ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഫോൺ റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഡിവൈസ് അൺലോക്ക് ആവുന്നുണ്ട്. നമുക്ക് 2 വേരിയൻസിലാണ് ഈ ഒരു ഡിവൈസ് അവൈലബിൾ ആയിരിക്കുന്നത്. 64GB ഇന്റേണൽ 6GB റാം വേരിയൻറ്റിന് 15,500 രൂപയും 128GB ഇന്റേണൽ 6GB റാം വേരിയൻറ്റിന് 16,499 രൂപയാണ് പ്രൈസ് വരുന്നത്. കളർ നമുക്ക് 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്: ബ്ലാക്ക്, ബ്ലൂ ആൻഡ് ഗ്രീൻ. ഫ്ലിപ്കാർട്ടിലാണ് സാംസങ് F41 സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.